നിനക്ക് സുഖാണ്? എനിക്കെന്തോ ഭയങ്കര വിഷമം, ഒറ്റപ്പെടുന്ന പോലെ തോന്നുന്നു. നോട്ട് ദ പോയിന്റ്. ഒറ്റപ്പെടൽ. അമ്മോ, ഞാൻ ഒറ്റപ്പെടുന്ന പോലെ തോന്നൽ. ആരും ഇല്ലാത്തതുപോലെ. ആരുമില്ലാത്തവർക്ക് വിളിക്കാൻ ഒരാളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അതാണോ നിന്റെ പ്രശ്നം? അതിന് എൻ്റെ കയ്യിലൊരു സൊല്യൂഷൻ ഉണ്ട്. ഫ്രണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒക്കെ കാണുമ്പോൾ ചില ഇൻഫ്ലുവൻസേഴ്സ് അത് പ്രൊമോട്ട് ചെയ്യുന്ന കാണാം. ഇൻഫ്ലുവൻസേഴ്സ് പ്രൊമോട്ട് ചെയ്തിട്ട് അതിൽ പലരും അതിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ കയറിയപ്പോൾ ഞാനത് ഡൗൺലോഡ് ചെയ്തിട്ടില്ല, ബട്ട് ഡൗൺലോഡ് ചെയ്ത ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിൽ കയറിയപ്പം അതിൽ ദുരനുഭവമാണ് ഉണ്ടായത്. അതിൽ നല്ല ഫ്രണ്ട്സ് അല്ല ഉള്ളത്. അതിൽ കുറച്ച് മുമ്പ് എന്താ പറഞ്ഞേ? ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. നാനുനൈ നീങ്ക മാട്ടേ, നീങ്കിനാൽ തൂങ്ക മാട്ടേ, സേന്തതേ നം ജീവനെ. എന്താ ഇല്ലേ, ഞാൻ കിളി പോയിരിക്കുന്നു. എനിക്ക് എന്താണെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒറ്റപ്പെടലിൽ നിൽക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ആകസ്മികമായ ഉദ്ദീപനത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ആന്തരിക വിക്ഷോഭത്തിൻ്റെ അഗാധ തലങ്ങളിലേക്ക് മുങ്ങി നീരാടി അവിടെ നിന്ന് അന്തർഗമിച്ച് ബഹിർഗമിച്ച് പുറത്തേക്ക് വന്ന ഒരാളാണ് ഞാൻ. എനിക്കതിൽ വിഷമമുണ്ട്. എന്താണെന്നല്ലേ, നിങ്ങളിത് കണ്ടു നോക്കൂ. ഓരോരുത്തർ കരയാൻ റെഡിയായിക്കോളൂ. ഒറ്റപ്പെടൽ അത് ചെറിയ കളിയല്ല. ഓക്കെ ഷാനി, ഇത് ചെറിയ കളിയല്ല. കണ്ടോ, ഞാനത് കാണിച്ചു തരാം. എന്താണെന്നല്ലേ, കണ്ടോളൂ. ഗുഡ് മോർണിംഗ്. വന്ന് മടി ദേഹി എങ്ങോട്ടൊക്കെ പിടിച്ച അവസ്ഥയാണ്. അച്ഛനമ്മയും വീട്ടിലുള്ള ധൈര്യത്തിൽ ഉച്ചവരെ മൃഷ്ടാനങ്ങ്. ഒരുപാട് നാളായി നമ്മൾ കണ്ടിട്ട്. സുഖമാണോ നീരജ? വളരെ സന്തോഷം ഇങ്ങനെ കാണാൻ കഴിഞ്ഞതിൽ. ബാക്കി പുറകെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നവർ ആണോ എന്ന് ചോദിച്ചുകൊണ്ട് നീരജ ഇട്ട വീഡിയോ കുറേ പേര് എനിക്ക് അയച്ചു തന്നിരുന്നു. അത് കണ്ട് ചാരിതാർത്ഥ്യമായി അതിൽ ഈ UK വിസ സ്കാമിൻ്റെ പ്രശ്നങ്ങൾ മറ്റുള്ള കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് വളരെ നല്ല രീതിയിൽ സമൂഹത്തിനെ വളരെ ഗുഡായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നീരജ തീരുമാനിച്ചതിൽ സന്തോഷിക്കുന്നുണ്ടോ? കണ്ടോ ശേഷം ഒരു പ്രാർത്ഥനയോടെ അങ്ങ് ഉണരാന്ന് വിചാരിച്ചു. കൗസല്യ സുപ്രജ. അയ്യോ, ഞാൻ അതിനെ കളിയാക്കത്തില്ല. സോ നോ. ഞാൻ ഉണർന്നു ദൈവങ്ങളെ, ഇന്നു മുതൽ ഞാനെല്ലാരെയും ഊരിൽ പിറന്നവർ. ഉറങ്ങിയിട്ടും ഉറക്കം ഒട്ടും ശരിയാവുന്നില്ല. എങ്ങനെ ശരിയാവും? രാത്രി അല്ലാതെ എങ്ങനെ ശരിയാകാനാ? എങ്ങനെ ശരിയാവും? നമ്മള് കിടന്നാലല്ലേ രാവിലെ നേരത്തെ എണീക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് നേരത്തെ എണീച്ചിട്ടും വലിയ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പെട്ടെന്ന് എണീച്ചിട്ട് ജോലിക്ക് പോകണ്ടേ? അവിടെ ജോലിയുള്ള ആളല്ലേ? അവിടെ ജോലിയൊക്കെ ഉണ്ടല്ലോ. അവിടെ ഞാൻ അറിയുന്നിടത്തോളം നല്ല ജോലിയൊക്കെ ഉള്ളതാണ്. കർമ്മങ്ങളൊന്നും തെറ്റിക്കണ്ട. ഉച്ചയ്ക്ക് എണീച്ച് ബെഡൊക്കെ വിരിച്ച് റൂമൊക്കെ ക്ലീൻ ചെയ്ത് താഴെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി ചെയ്തപ്പോൾ അവിടെ ഒന്നുമില്ല. അവസാനം അമ്മയും അച്ഛനെയും ചേച്ചിയും വിളിച്ചോട്ട് പുറത്തു പോയിട്ടൊരു ലഞ്ച് കഴിക്കാന്നുള്ള പ്ലാനായിരുന്നു. അവർ പോകാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങളിലൂടെ ഉള്ളൂ. എല്ലാ ടൈം നല്ലോണം അവരുടെ സ്പെൻഡ് ചെയ്യണം. അതായിരുന്നു എൻ്റെ മെയിൻ ഉദ്ദേശം. ലഞ്ചൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്ന് ഞാൻ എൻ്റെ എഡിറ്റിംഗ് പരിപാടിയിലോട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. ഇനിയാണ് നമ്മൾ കഥ ആരംഭിക്കുന്നത്. ഹലോ, അമ്മ സുഖം തന്നെ? സുഖാണ്. നിനക്ക് സുഖാണ്? എനിക്കെന്തോ ഭയങ്കര വിഷമം, ഒറ്റപ്പെടുന്ന പോലെ തോന്നുന്നു. നോട്ട് ദ പോയിന്റ്. ഒറ്റപ്പെടൽ. അമ്മോ, ഞാൻ ഒറ്റപ്പെടുന്ന പോലെ തോന്നൽ. ആരും ഇല്ലാത്തതുപോലെ. ആരുമില്ലാത്തവർക്ക് വിളിക്കാൻ ഒരാളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അതാണോ നിന്റെ പ്രശ്നം? അതിന് എൻ്റെ കയ്യിലൊരു സൊല്യൂഷൻ ഉണ്ട്. ഫ്രണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്ത്? ഒന്നുകൂടെ കേട്ടോ, തെറ്റ് പറ്റിയായിരിക്കും. ഒറ്റപ്പെടുന്ന പോലെ തോന്നുന്നു, ആരും ഇല്ലാത്തതുപോലെ. അതാണോ നിന്റെ പ്രശ്നം? അതിന് എൻ്റെ കയ്യിലൊരു സൊല്യൂഷൻ ഉണ്ട്. ഫ്രണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഫ്രണ്ട് ആപ്പോ? ആപ്പ്. ആക്ച്വലി ഇത്രയും നേരം സംസാരിച്ചതിൽ വളരെ സർക്കാസ്റ്റിക്കായിട്ട് പറഞ്ഞത് അവർ അന്നത്തെ UK വിസ സ്കാം മറ്റുള്ള പരിപാടികളുടെ അകത്തൊക്കെ ഒരുപാട് പെട്ട് അതിനകത്ത് അവർ പറയുന്നു, എനിക്കൊരു 10 പൈസ പോലും കിട്ടിയിട്ട് വല്ലതും പറഞ്ഞെങ്കിലും കുഴപ്പമില്ല, എനിക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. സോ അപ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചു? സ്വാഭാവികമായിട്ട് ഇത്ര നാളൊക്കെ കഴിഞ്ഞു, ആ ഒരു സംഭവം കഴിഞ്ഞ് നമ്മൾ ആരും പുറകെ പോകുന്നില്ല. അവരന്വേഷണം എന്ത് ചെയ്യുന്നവരും എനിക്കറിയത്തില്ല. ഇതൊക്കെ അയച്ചു തരാൻ നമ്മളാരും കാണത്തുകൂടിയില്ല. അപ്പം ഇടയ്ക്ക് ഏതോ വന്നപ്പോൾ ഞാൻ നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് കൊടുത്തു. അതിനുശേഷം ഒന്നും വന്നിട്ടില്ല ഫീൽഡിൽ. അപ്പോൾ ഇത് അയച്ച് കിട്ടിയ സാധനമാണ്. അപ്പോൾ ഇതിനകത്ത് വന്നേക്കുന്ന സാധനം ഫ്രണ്ട് ആപ്പിൻ്റെ സംഭവം.
ഫ്രണ്ട് ആപ്പ് എന്നുള്ളൊരു സാധനം ഒറ്റപ്പെടലിന് വേണ്ടിയിട്ട് ഇവർ പറയുന്ന സാധനം ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് ആ UK വിസ സ്കാം എന്നുള്ള സാധനത്തിൻ്റെ അകത്ത് അപ്പോൾ വിസ തട്ടിപ്പാണ് നടന്നത്. അത് ഇതിനകത്ത് ഒരു വൺ ഓഫ് ദ ഒരു പാർട്ടാണ് ഇവരെന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുള്ളത്. അത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ അത് അതിൻ്റെ വരട്ടെ. ഓക്കെ, നമ്മുടെ വിഷയം അതല്ലല്ലോ. അപ്പോൾ അതിനുശേഷം അവരെല്ലാം പറയുന്നത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള ലെവലിൽ അവർ സ്വയം ഒരു സോ കോൾഡ് ഇൻഫ്ലുവൻസർ എന്ന് അറിയപ്പെടുകയും പറയുകയും ചെയ്യുന്ന ആളാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഫുഡി എന്തോ ഫുഡി എന്നൊക്കെയാണ് പറയുന്നത്. സോ അങ്ങനെ ഉള്ളൊരു വ്യക്തി അതിനുശേഷം ഇത്രയും നാളിന് ശേഷം മറ്റൊരു ആപ്പുമായിട്ട് വരുന്നു. തനി മലയാളി, പിന്നെ ജാസ്മിൻ ജാഫർ, പിന്നെ ഒരുപാട് പേര് ഈ പറയുന്ന നമ്മുടെ ഈ ഫ്രണ്ട് ആപ്പ് പ്രൊമോട്ട് ചെയ്യും. തനി മലയാളി എന്ന് പറയുന്ന അവർക്ക് അവരുടെ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും റെസ്പെക്റ്റ് ഉണ്ട് തനി മലയാളി. നമ്മൾ അന്ന് ഈ ഒരു ഫ്രണ്ട് ആപ്പിൻ്റെ ഇഷ്യൂ വന്ന സമയത്ത് വിമർശനം നടത്തിയ സമയത്ത് ക്രിട്ടിസൈസ് ചെയ്ത സമയത്ത് വ്യക്തമായി അവർ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് വന്ന് പിന്നെ ആ പരിപാടി ചെയ്തിട്ടില്ല. അതിനുശേഷം ഇതുവരെ അറിയപ്പെടുന്ന മലയാളത്തിലെ പ്രമുഖരായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസേഴ്സും ഈ പറയുന്ന സാധനം ഒരു ഫ്രണ്ട് ആപ്പ് ഡേറ്റിംഗ് ആപ്പാണെന്നുള്ളതും അതിൻ്റെ അകത്ത് പെണ്ണുങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണെന്നും മറ്റൊരു തരത്തിലാണ് അതിൻ്റെ വർക്ക് നടക്കുന്നുള്ള കാര്യം അറിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ആ ഒരു കാര്യം മൊത്തത്തിൽ വിമർശനം വന്നതിന് ശേഷം അതിനുശേഷം ഇതുവരെ അവരാരും അങ്ങനെ പ്രൊമോട്ട് ചെയ്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് അത് അയച്ചു തരണം കേട്ടോ, നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ അന്ന് കുറേയധികം ഭയങ്കരമായിട്ടുള്ളൊരു കോൺട്രവേഴ്സി ഉണ്ടായതാണ് ഈ ഫ്രണ്ട് ആപ്പുമായിട്ട് ബന്ധപ്പെട്ട്. അതേ ആപ്പ് ഇത്രയും നാളിന് ശേഷം നമ്മുടെ ഒരുപാട് പേരുണ്ട്. എന്നാൽ മറ്റേ എന്തൊരു ഷാജി ഉണ്ടല്ലോ, എന്തൊരു ഷാജി ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഇൻഫ്ലുവൻസർ ഉണ്ടല്ലോ, കരഞ്ഞുകൊണ്ട് എപ്പോഴും പല ടൈപ്പ് കരയുന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ആ കുട്ടിയുടെ അവരൊക്കെ അതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അവരുടെ മറ്റേ എന്തൊരു ബോയ് ലവ് എന്തോ അപ്പം ആ ഒരു ടീംസ് ഒക്കെ അടക്കം ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെ കുറേയധികം ആപ്പ് അങ്ങനെ കുറേയധികം സാധനം അന്ന് കോൺട്രവേഴ്സിയിൽ വന്നിരുന്നു. അങ്ങനെ അവരെല്ലാവരും നമ്മുടെ ഈ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് അടക്കം ആൾക്കാരെ വേറായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത് ആ പരിപാടി വിട്ടതിന് ശേഷം ഇപ്പം അതും പൊക്കി പിടിച്ചുകൊണ്ട് മറ്റൊരാൾ വന്നേക്കുന്നതാണ് നീരജ അമ്മൂസ്. നീരജ അമ്മൂസിൻ്റെ സാമൂഹിക പ്രതിബദ്ധതയെക്കുറിച്ച് ഞാൻ ചോദിക്കുന്നില്ല, അതൊക്കെ അവരുടെ വ്യക്തിപരമായ താല്പര്യം, സമൂഹത്തിനോട് പ്രതിബദ്ധത വേണോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ ഇവിടെ കൊടുക്കുന്ന മെസ്സേജ് എന്താ? ഒറ്റപ്പെട്ട് നിൽക്കുന്ന വ്യക്തിക്ക്, ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സഹായ വാഗ്ദാനം. നിങ്ങൾക്ക് ഒറ്റയ്ക്കാണോ? നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ വേറെ ആളുണ്ട്. എങ്ങനെയാണ് ആളെന്നുള്ള കാര്യം പുറകെ പറഞ്ഞില്ല, അറിയാത്തവർക്ക് അത് കണ്ടാൽ മനസ്സിലാവും. അതെന്തോന്നു? യെസ്, you can connect with the peoples who share your interest. Movies, music, hobby, നീ എന്താണോ അത്. പിന്നെ ഇതിൽ മൂവീസ്, എന്താണ് ഇൻട്രസ്റ്റ്, ഹോബീസ്, നീ എന്താണോ അത്. വേണമെങ്കിൽ വേറെ കുറച്ച് ടീംസൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നത്തെ സാമ്പാർ വെച്ചത് പോലും ഫ്രണ്ട് ആപ്പിലെ സുഹൃത്ത് പറഞ്ഞു തന്നിട്ടാണെന്ന് പറഞ്ഞ കുറേ അധികം ആകാശ റോക്കറ്റുകളുണ്ട്, പറയുന്നില്ല. ഓക്കെ, അപ്പം ഈ പുള്ളിക്കാരത്തി പറയുന്നതെന്ന് വെച്ചാൽ മൂവീസ് മറ്റതും മറിച്ച് ഫ്രണ്ട് ആപ്പ് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ അല്ലാതെ വേറെ ലോകത്ത് അറിയപ്പെടുന്ന കുറച്ച് ആപ്ലിക്കേഷൻസ് ഞാൻ പറഞ്ഞുതരാം. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, മറ്റു തുടങ്ങി കുറേ അധികം ആപ്ലിക്കേഷൻസ്. ഇതിൻ്റെ അകത്തൊന്നും ഈ പറയുന്ന മൂവീസിനെ കുറിച്ച് മറ്റുള്ള സംഭവത്തിനെക്കുറിച്ച് പറയാത്ത ആൾക്കാർ എന്തിനാണ് പൈസ കൊടുത്ത് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് ഈ പറയുന്ന ഫ്രണ്ട് ആപ്പിൻ്റെ അകത്ത് പോയി കുത്തിയിരിക്കുന്നത്? അതിനകത്ത് പെൺകുട്ടികൾ സംസാരിച്ചാൽ പൈസ കിട്ടും, ആൺകുട്ടികൾ അങ്ങോട്ട് പൈസ കൊടുക്കണം. എന്തിനെ? ആൺകുട്ടികൾക്ക് എന്തോ താല്പര്യമുണ്ടോ അതൊക്കെ സംസാരിക്കുകയാണെങ്കിൽ കേട്ടോണ്ടിരുന്നാൽ അത്രയും നേരം കേട്ടോണ്ടിരിക്കുന്ന പെണ്ണിന് പൈസ കിട്ടും. കേൾക്കുന്ന പെണ്ണ് എന്താ കേൾക്കുക? അവിടെ നിന്ന് എന്ത് കുലിസിതം പറഞ്ഞാലും അവൻ എന്തൊക്കെ തരത്തിലുള്ള സംഭവങ്ങൾ പറഞ്ഞാലും അവൻ്റെ കയ്യിൽ നിന്ന് പൈസ പൊയ്ക്കൊണ്ടിരിക്കും, അവർക്ക് പൈസ കുറച്ച് കിട്ടിക്കൊണ്ടിരിക്കും. അതിൻ്റെ ബഹുഭൂരിപക്ഷം പൈസ ഈ പ്ലാറ്റ്ഫോമുകാർ കൊണ്ടുപോകും. അതിൽ നിന്ന് കുറേ അധികം പൈസ ഇവരെ പോലുള്ള ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കൊടുത്തിട്ട് ഇവരിങ്ങനെ വന്നിട്ട് ഒറ്റപ്പെട്ടത് ഏകാന്തതയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതാ പുതിയ സൊല്യൂഷൻ, ആടലോടാതി തൈലം, മറ്റെന്തുകൊണ്ട് ആടലോട തൈലം അതുപോലുള്ള സാധനത്തിൻ്റെ സംഭവം കൊട്ടൻ ചുക്കാതി ഏലാ തൈലയും മറ്റു റോഡ് സൈഡ് വിൽക്കുന്നവരെക്കാട്ടിലും മ്ലേച്ഛമായ രീതിയിൽ ആൾക്കാരെ പറ്റിച്ച് അല്ലെങ്കിൽ പറയണം ഈ സംഭവത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു ആണിനെയാണോ, നിങ്ങൾക്ക് ഇഷ്ടമാണോ, ഡേറ്റിങ്ങിന് താല്പര്യമുണ്ടോ, അതിനാണെന്നൊക്കെ പച്ചക്ക് പറ, കുഴപ്പമില്ല. അല്ലാതെ ഈ ജാതി ഊളത്തരം ഒന്നും വിളിച്ച് പറയരുത് പ്ലീസ്. വീഡിയോ കോളും ചെയ്യാൻ പറ്റും, പക്ഷെ നോ ജഡ്ജ്മെന്റ്, ഓൺലി ജസ്റ്റ് കോൺവെർസേഷൻ. നോ ജഡ്ജ്മെന്റ് ഒന്നുമില്ല, ഓൺലി ഫോർ കോൺവെർസേഷൻ. എന്ത് തരം കോൺവെർസേഷൻ ആണ്? ഓക്കെ, എനിവേ എനിക്കറിയേണ്ടത് നീരജ് അമ്മൂസിൻ്റെ ഇതിനകത്തുള്ള ആ ഒരു ഐഡിയ ഏതാ? എനിക്ക് ജസ്റ്റ് ഫോർ കോൺവെർസേഷന് വേണ്ടിയിട്ട് എനിക്ക് ഇതിനകത്ത് താല്പര്യമുള്ള കമന്റ് ചെയ്യണോ പ്ലീസ്. ആൾക്കാരൊക്കെ റിയൽ ആയിരിക്കും? Yes, of course. All profile are verified. ഇല്ലല്ല, അജ്മൽ മറ്റേ പുള്ളിക്കാണല്ലോ, അല്ല. ഗേൾസിനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആണോ? കേട്ടിട്ട് കൊള്ളാം, ഞാനൊന്ന് ട്രൈ ചെയ്യാം. അഭിനയം എന്നൊക്കെ പറഞ്ഞാൽ എന്തുമാത്രം ഇച്ഛാതി അഭിനയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് തിയേറ്ററിലാണ് ഇവർ പഠിച്ചതെന്നാണ് ഞാൻ അല്ലെങ്കിൽ ഏത് ആർട്ട് ഫോമാണ് ഇവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തിയേറ്ററിക്കലായിട്ടുള്ള ഒരു ആക്ടിങ്ങിൻ്റെ സ്കില്ലൊക്കെ ഉണ്ടല്ലോ കുട്ടികളെ കാണിക്കുന്നുണ്ട്. ഏത് സ്ഥലത്ത് നിന്നൊക്കെയാണ് കാണിക്കുന്നത്? നമ്മുടെ AJPയുടെ അറിയാലോ, AJP അലിൻ ജോസ് പെരേര, യൂണിവേഴ്സ് നോക്കട്ടെ എന്നാ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ശരി എന്നാ. യെസ് ഗൈസ്, നിങ്ങളും എന്നെ പോലെ ഒറ്റയ്ക്ക് അബ്രോഡിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഒറ്റയ്ക്ക് അബ്രോഡിൽ ഫീൽ ചെയ്യുന്നുണ്ട്, കൂട്ടിന് ആരുമില്ല, വിളിച്ച് സംസാരിക്കാൻ ആരുമില്ല എന്നൊക്കെ ഒരു വിഷമത്തിൽ ഇരിക്കുന്നവരാണെങ്കിൽ ഉടനെ തന്നെ ഫ്രണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
ഇതിപ്പോ ഇന്ത്യയിൽ മാത്രമല്ല UK, US ഓൾ GCC കൺട്രിയിലും അവൈലബിൾ എടേ ഈ സാധനം എല്ലാ രാജ്യത്തുണ്ടോടെ? അന്ന് കുറെ രാജ്യത്തില്ലായിരുന്നു. അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണം പ്ലീസ്. ആണ്. സോ പീപ്പിൾ ആർ വെയിറ്റിംഗ് ഫോർ യു. ഉടനെ തന്നെ ഡൗൺലോഡ് ചെയ്ത് നല്ലൊരു ഫ്രണ്ടിനെ കണ്ടെത്തും. ചേച്ചിക്ക് ഒരു നല്ല ഉപദേശമൊക്കെ കൊടുത്ത് ഒരു ആപ്പൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ എഡിറ്റിംഗ് കണ്ടിന്യൂ ചെയ്തു. അപ്പം നിങ്ങളും ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ പോയിട്ട് ഫ്രണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നല്ലൊരു ഫ്രണ്ടിനെ കണ്ടെത്തും. ഒന്നും പറയാനില്ല, വെറും 3 കമന്റ്, അതും പോസിറ്റീവായിട്ടുള്ളത് മാത്രം. ബാക്കി കമന്റൊക്കെ എവിടെ? എന്നാലും കൊള്ളാം. 1K ലൈക്ക് കൂടെ അടിച്ചിട്ടുണ്ട്, കൊള്ളാം. നടക്കട്ടെ. ഈ ആൾക്കാരെ ഇതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ട് കിടക്കുന്നെങ്കിൽ അതിനെന്താ കുറെ ആൾക്കാരുടെ ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പിനെ പറ്റി പലരും കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പ്രൊമോഷണൽ വീഡിയോസ് ചെയ്യുന്നതാണ് ഞാൻ അങ്ങനെ ഒരു ആപ്ലിക്കേഷനെ പറ്റിയിട്ട് അറിയുന്നത്. അപ്പൊ എനിക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് പേര് അതിനെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നതല്ലാതെ ആരെങ്കിലും സാധാരണക്കാർ ആരെങ്കിലും ഇത് യൂസ് ചെയ്യുന്നുണ്ട്? ഫ്രണ്ട്സ്, ഞാൻ ഫ്രണ്ട് ആപ്പിനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നത്. ഫ്രണ്ട് ആപ്പ് എല്ലാവർക്കും അറിയുന്ന ഒരു ആപ്പായിരിക്കും, എല്ലാവരും ഡൗൺലോഡ് ചെയ്തിട്ട് അറിയണം എന്നുള്ള ഒരു ആപ്പല്ല. ബട്ട് നമ്മൾ വീഡിയോസൊക്കെ കാണുമ്പോൾ ചില ഇൻഫ്ലുവൻസേഴ്സ് അത് പ്രൊമോട്ട് ചെയ്യുന്ന കാണാം. ഇൻഫ്ലുവൻസേഴ്സ് പ്രൊമോട്ട് ചെയ്തിട്ട് അതിൽ പലരും അതിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ കയറിയപ്പോൾ ഞാനത് ഡൗൺലോഡ് ചെയ്തിട്ടില്ല, ബട്ട് ഡൗൺലോഡ് ചെയ്ത ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിൽ കയറിയപ്പം അതിൽ ദുരനുഭവമാണ് ഉണ്ടായത്. അതിൽ നല്ല ഫ്രണ്ട്സ് അല്ല ഉള്ളത്. അതിൽ കുറച്ച് മുമ്പ് എന്താ പറഞ്ഞേ? ഒറ്റപ്പെടലാണോ ഡാ? എടാ നീ ഡൗൺലോഡ് ചെയ്യടാ, നിനക്ക് പിന്നെ നിനക്ക് ഒരു തരത്തിലുള്ള സംഭവം കിട്ടത്തില്ല, ഒരു പ്രശ്നം. ഞാൻ റൂട്ട് മാറിപ്പോയി അല്ലേ? നിനക്ക് ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകത്തില്ല. സംസാരിക്കുന്ന ആളുകളും അങ്ങനത്തെ ഫ്രണ്ട്സിനെയാണ് അതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഈ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ രണ്ടാളാണ് എനിക്ക് മെയിനായിട്ട് അറിയുന്നത്. ഒന്ന് തനി മലയാളിയും ഒന്ന് ജാസ്മിൻ ജാഫറും. അപ്പോൾ അതിൽ ഇതൊക്കെ ഒരുപാട് യൂട്യൂബിൻ്റെ 100 കണക്കിന് വീഡിയോസ് ഉണ്ട്. നിങ്ങൾ എത്ര ആളുകൾ ഫ്രണ്ട് ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്? ഒരു ഡേറ്റിംഗ് ആപ്പാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് ഇത് എല്ലാവരും ഈ സാധനത്തിനെ കുറിച്ച് അറിയുന്നത് ഇത് സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ സോ കോൾഡ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ്. സോ പോട്ടെ, ഡേറ്റിംഗ് ആപ്പ് ഈ ഫ്രണ്ട് ആപ്പ് മാത്രമൊന്നുമല്ല, ഇഷ്ടം പോലെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആവശ്യമുള്ളവർ താല്പര്യമുള്ളവർക്ക് പോയി അതിനകത്ത് തലവയ്ക്കാം, പൈസ കൊടുക്കാം, ഇഷ്ടമുള്ളതൊക്കെ കാണാം, സംസാരിക്കാം. ഇപ്പം ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വശം എന്ന് പറഞ്ഞാൽ ഇവർ പ്രൊമോട്ട് ചെയ്യുന്ന രീതി. ഇവർ പറയുന്നത് വെച്ചാൽ ഈ ഫ്രണ്ട് ആപ്പ് എന്നുള്ള സാധനം ഒരു ഏകാന്തതയ്ക്ക് നിങ്ങൾക്ക് അതിനൊരു പരിഹാരമാണ്. അച്ഛനമ്മമാരെ കാണാതെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നവർക്ക് നല്ല കൂട്ടുകാരെ കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിനപ്പുറത്തേക്ക് പച്ചയ്ക്ക് പറഞ്ഞാൽ ഇതിനകത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റ് തരത്തിലുള്ള സംഭവങ്ങളാണ്. ആവശ്യമുള്ളതൊക്കെ ആവശ്യത്തിലേക്ക് എത്തിപ്പോട്ടെ, പക്ഷെ അതിന് വേണ്ടിയിട്ട് ഇതിനുള്ളതാണെന്ന് പറയാം. അല്ലാതെ നിന്റെ വിഷമം നിനക്ക് മൂവീസിനെ കുറിച്ച് കഥ പറയാൻ നിനക്ക് മൂവി ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നോബഡി ഡസ് ഇൻ ബെറ്റർ. അത് ഏത് സംഭവം എന്നറിയാമോ? അപ്പോൾ ആ തരത്തിലുള്ള കഥകളൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് മിയ ഖലീഫ വാര്യറുടെയും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ പറയാനാണെങ്കിൽ ഒരുപാട് പേരുകൾ പറയേണ്ടി വരും. തുടക്കം പോലെ ഇങ്ങോട്ടുള്ളതൊക്കെ വെറുതെ എന്തിന് ഞാനിതൊക്കെ പറയണം, വെറുതെ എന്തിന്? സോ അങ്ങനെയുള്ള കുറേ അധികം ആൾക്കാരുടെയൊക്കെ ഈ വീഡിയോസൊക്കെ ഇതിനകത്ത് അതിനെക്കുറിച്ചൊക്കെ കഥ പറച്ചിൽ അടക്കമുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് ഈ അനാവശ്യമായിട്ടാണെങ്കിൽ ഇത് അറിഞ്ഞുകൂടാത്തവരെ കൊണ്ടുപോയി കുറച്ച് പൈസ കിട്ടുമെന്നുള്ള രീതിയിൽ പെൺകുട്ടികൾ ആദ്യം ഇതിനകത്ത് ചേരും. അവർ കുറച്ച് പൈസ കിട്ടും. ചിലപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ കുറച്ച് സംസാരിച്ചാൽ വല്ലതും പറയുമ്പോൾ അവന് ചിലപ്പോൾ സുഖം കിട്ടും. അതിന് കുറച്ച് നേരം നമുക്ക് നിന്ന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പൈസ കിട്ടും എന്നുള്ള രീതിയിലേക്ക് നിൽക്കാൻ പറ്റുന്നവർ പൊക്കോളൂ. എന്നിട്ട് അതിന് ശേഷം കുറച്ചുകൂടെ പൈസ തരാം, ഇന്ന സ്ഥലത്ത് വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അബ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലേക്കും വിളിക്കുകയും പോവുകയും അതിനുശേഷം ഒരുപാട് സ്ത്രീകളുടെ ലൈഫിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളും ഗുരുതരമായ കാര്യങ്ങളും സംഭവിച്ചു ഇപ്പോൾ നമ്മൾ കേൾക്കുന്നു പലതും നമ്മുടെ സമൂഹത്തിൽ. അതുകൊണ്ട് അത്തരത്തിലേക്കൊക്കെ പോകണോ വേണ്ട നിങ്ങളുടെ തീരുമാനം. പക്ഷേ ഈ പറയുന്ന സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഈ UK സ്കാമിൻ്റെ അകത്ത് വരെ പെട്ട് ഇനി അവരെന്താണോ നിരപരാധിയാണോ ശിക്ഷിക്കപ്പെടേണ്ട ആളാണോ അതൊക്കെ തീരുമാനിക്കട്ടെ, അതൊക്കെ മറ്റൊരു വിഷയം. ഇതിനകത്ത് എഗെയിൻ ഇതുപോലെ ഇത്രയും കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ, അത് വീണ്ടും ലോൺലിനെസ്സിന് പരിഹാരം എന്ന് പറഞ്ഞുകൊണ്ട് അത് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില്ലറ ഇതൊന്നും പോരാ കേട്ടോ. ഒന്നും പറയാൻ വയ്യ. ഇവർക്ക് ഉണ്ട് ഫാൻസ്. ഇവർ പറയുന്നത് ഞാൻ സെലിബ്രിറ്റി ആണോ? സോ ഗൈസ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ അടുത്ത വീഡിയോ ഗൈസ്. ബൈ.